ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാന്താര പോലെ ഒരു പാനിന്റെ ചാൻസ് ഈടിക്കുന്നുണ്ടെന്ന്. അത് എപ്പോ മുതലാ തോന്നി തുടങ്ങിയത്? ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ തോന്നിയത്. പിന്നെ ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ സുരാജേട്ടനെ വെച്ചിട്ടാണ് നമ്മളൊരു വലിയ റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു സംഭവമുള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു കാന്താര ഭാഗ്യമായിട്ട് കണക്കാക്കാം. ഓക്കെ, ബാക്കിയെല്ലാം കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. ഇല്ലല്ല, ഈ സിനിമയുടെ ഒരു കണ്ടന്റ്, ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ കാന്താര എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ആദ്യം 4 സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ റിലീസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് 150, 250, 350 ഇവിടെ ഒരു വലിയ ഷെയർ വന്ന ഒരു സിനിമയായി. ഗ്ലോബലി അതൊരു വലിയ ഷെയർ വന്ന സിനിമയായി മാറി. അപ്പം അതൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ സിനിമകൾ നമുക്ക് അറിയാൻ പറ്റൂല്ലോ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം എല്ലാ സിനിമകളും നമ്മളിങ്ങനെ സിനിമകൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു ഭാഗമാണ് പ്രൊമോഷൻ കൊടുക്കുക, അതിൻ്റെ ഇന്റർവ്യൂസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം അന്നേരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്താണ് അപ്പോൾ ആ ഒരു ഉത്തരവായിട്ട് വരുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളോട് അങ്ങനെ ചോദിച്ചു, നമ്മൾ നമ്മുടെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും 100 കോടി 200 കോടി മിനിമം അടിക്കുന്ന ഒരാൾ കൂടി ഉണ്ടല്ലോ അല്ലെ നമ്മുടെ ഒപ്പം. IMDb റേറ്റ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ മാർക്ക് ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോ മാർക്ക് ഒരു വെല്ലുവിളിയാണെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ല, മാർക്കോ ഫസ്റ്റ് ഷോയ്ക്ക് കണ്ടിട്ട് ഇത് സെക്കൻഡ് ഷോയ്ക്ക് കണ്ടാലും മതി. അങ്ങനെയുള്ളപ്പം മാർക്കോയ്ക്ക് അങ്ങനെ ഒരു റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് മോർണിംഗ് ഷോ അത് കണ്ടിട്ട് നമുക്കൊരു മാറ്റിനി പോലെ കിട്ടിയാലും മതി. അതെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ സൈക്കോ അല്ല, സൈക്കോ എന്ന് പറയണ്ട എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പല പ്രേക്ഷകർക്ക് പല രീതിക്കായിരിക്കുമല്ലോ. എനിക്ക് ഈ സിനിമ ഇപ്പോൾ എവിടെയാണ് കുറേ നേരം ട്രെയിലർ കണ്ടു. നിങ്ങൾ വരാൻ താമസിച്ചപ്പോൾ അത് തന്നെ ഇട്ട് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈകിയപ്പോഴേ കണ്ടു കസേര എടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ടോ, അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നു എന്നുള്ളത്, അത്തരം സീനുകൾ ചെയ്യുമ്പോൾ സുരാജേട്ടന് മനസ്സിൽ തോന്നി എന്തായിരുന്നു ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത്? ആ ക്യാരക്ടറായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടമുണ്ടാവും? സിനിമയിൽ ഉടനീളം അഴിഞ്ഞാട്ടമാണ് എല്ലാ സീനും. അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു 2 മണിക്കൂർ ഫുൾ എൻഗേജിലായിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല എൻഗേജിലായിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ 2 മണിക്കൂർ ഉറപ്പായിട്ട് എൻഗേജ് ചെയ്യും. സുരാജേട്ടനാണെങ്കിലും ശരി, ലിസ്റ്റിനാണ് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് ഈ സിനിമ വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പ് തന്നെ തരുക. നിങ്ങൾ ഇങ്ങനെ ഇത്തരം ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഞാൻ സുരാജേട്ടനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, അത്രയും ഉറപ്പ് തരുന്നത് അങ്ങനെയല്ല. ഇപ്പൊ ഹൈദർ അലിയുടെ ഇന്റർവ്യൂ, ഹൈദർ അലിയുടെ പെരുമാറ്റങ്ങൾ, ചോദ്യമൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നി ഇവൻ ഒരു ഇടി കൂടി കൊടുക്കാതെ രക്ഷയില്ലാന്ന് തോന്നുന്നു. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവന്റ് പിടിച്ചോർണം കൊടുക്കാൻ നമുക്ക് തോന്നും. ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ, ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ. ഞാൻ ഇവിടെ ഉണ്ട്. അല്ല, അപ്പം ഞാനും സുരാജ് ഒരേ കാറ്റഗറിയിലാണ്. അങ്ങനെയല്ല, എല്ലാ ആരും പെർഫെക്റ്റ് അല്ല. എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. അതങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് ഇത് സൈക്കോയുടെ ഇത് അങ്ങനെ തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പൊ ഹൈദർ അലി എന്നാല് ഡാൻസ് കാട്ടി, ഇതെല്ലാം പ്രേക്ഷകർ കാണേണ്ട വന്നില്ലേ? എന്തെല്ലാം പാട്ട് പാടുന്നു, തുള്ളുന്നു, ഇതെല്ലാം കാണികൾ കണ്ടുകൊണ്ടിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ലിസ്റ്റിലും ഒരു സൈക്കോ ഉണ്ട്. അതാണ് ഈ വേഷത്തിൽ നിർത്തിയിരിക്കുന്നത്. വേഷം ഇതിനൊന്നൊരു ഞാനിതിന്റെ ടൈറ്റിലിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമാണ് കുറച്ചുകൂടെ എക്സ്ട്രാ ഡീസന്റ്. ഇപ്പൊ ഗ്രേസ് ഒക്കെ ഇട്ടേക്കുന്നുണ്ടല്ലേ, ഇതെന്ത് പറ്റിയെന്നുള്ളതാണ്. എന്തെങ്കിലും ഗ്രേസ് ശരിക്കും ഇന്ന് കോട്ടിടുന്നതുകൊണ്ട് ഈ പബ്ലിസിറ്റിക്ക് ഇതിന് തന്നെ വന്നത്. നമ്മളോട് പറഞ്ഞതാ മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത്, ഇന്ന് കോട്ടിടാലോ. അഡിയോസ് അമിഗോസിന് ശേഷം അഡിയോസ് അമിഗോസിന് ശേഷം ചേട്ടന്റെ പടങ്ങളൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അത് ചെയ്യണ്ടേ? അല്ല, ചെയ്യണം. ഇപ്പം മുറയ്ക്കകത്താണെങ്കിലും അതിലെ പ്രൊമോ സോങ്ങിൽ നോക്കി കഴിഞ്ഞാൽ EDയിലെ പ്രൊമോ സോങ്ങിലാണെങ്കിലും ഇത്തിരി ഭയങ്കര ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണ്. ഇത് ഇവഞ്ച്വലി ഉണ്ടായ ഒരു മാറ്റമാണോ അതോ അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ഒരു
അതിലേക്ക് മാറിയതാണോ? ഇല്ല, ഇത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് മാത്രം, അല്ലാതെ ബോധപൂർവം ഇങ്ങനെ ഒരു സംഭവം വേണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇതില് ഫെജോയുടെ സോങ്ങിലാണേലും സുരേഷിന് കുറെ ഡാൻസ് മൂവ്സ് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അതൊക്കെ എങ്ങനെ എത്രത്തോളം പ്രയാസകരമായിരുന്നു? അതെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഡാൻസ് മാസ്റ്ററോട് തന്നെ ചോദിക്കണം. ഒറ്റ തള്ള സൈക്കിളായിരുന്നു സത്യം. കണ്ടില്ല, എനർജി കണ്ടില്ലേ? അങ്ങനെ ചെയ്യിപ്പിച്ച് അദ്ദേഹം വിടും, അദ്ദേഹം വിട്ടും. വലുതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ പാൻ ഇന്ത്യ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയില്ല, ഞാൻ അതിൽക്കും മേലെ എന്നാണ് എന്റെ വിശ്വാസം. തിരുത്തില്ലേ, എന്നെ അങ്ങനെ കാണല്ലേ. അല്ല, വിക്രമിന്റെ കൂടെയുള്ള അപ്ഡേറ്റ് എന്താണ്? അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീര ധീരാശൂര റിലീസ്. നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും. ലിസിൻ ചേട്ടനൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു, അതായത് 4 മണിക്ക് ED ഷോ വെക്കണം എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് വെക്കുന്നുണ്ടോ? 4 മണിക്ക് വച്ചാൽ കൊള്ളാന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി അത് കുടുംബം മാത്രമേ കാണൂ. അവനും രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരുന്നതിന്റെ ദേഷ്യവും മര്യാദ ഞാൻ പറഞ്ഞ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് അങ്ങേരിടാം അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. ആ വ്യവസ്ഥയല്ല, 4 മണിക്ക് നമ്മുടെ ഷോ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. 4 PM വൈകിട്ട് 4 മണിക്ക്. വൈകുന്നേരം, അതെ, വൈകുന്നേരം 4. നമുക്ക് അതിനുശേഷമുള്ള ഷോ മതി. അതുവരെ നമ്മൾ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും. അല്ലു അർജുൻ, വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് 4 മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം 4 മണിക്കും ഷോ വെക്കുന്നതാണ്. അത് സുരാജ് ഏട്ടനെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിൽ എക്സ്ട്രാ ഡീസന്റ് എന്നുള്ളൊരു പേരും അതുപോലെ ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പോ എന്തെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ? ഡയറക്ടർ പുള്ളിയുടെ ആത്മകഥയാണിത്, പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകൃത്തിന്റെ. അതാണ് യഥാർത്ഥ സൈക്കോ, ഇതിന്റെ എഴുത്തുകാരനാണ്. അപ്പൊ ഇവരുടെ ആത്മകഥ അവര് തന്നെ വിവരിച്ച് തരുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി. കണ്ടുകൊണ്ടിരിക്കല്ലേ. സുരേട്ട ഫസ്റ്റ് പ്രൊഡക്ഷനിലെ ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഇപ്പൊ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ് താങ്കൾ. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പടം തന്നെ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്? നമ്മൾ ആദ്യത്തെ പടം എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും ഒരു ലോക്കാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെയ്യാൻ? വേണമെങ്കിൽ ഇതിനു മുമ്പ് പ്രൊഡക്ഷൻ പോലെ തുടങ്ങി ചെയ്യാമായിരുന്നു. പൈസ കിട്ടുന്നതോടെ ആദ്യം ചെയ്യാന്നിരുന്നു. അല്ല, അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത. എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം. ഇൻഡസ്ട്രിയിലെ ഒരു ടോക്ക് ഉണ്ട്, അപ്പൊ ലിസ്റ്റിനാണ് പ്രൊഡ്യൂസർ എങ്കിൽ ലാഭം കൊയ്തരെ പോകത്തുള്ളൂ എന്നൊരു ടോക്ക് ഉണ്ട്. ഉണ്ട്, അത് കറക്റ്റാണ്. കാരണം കഥ കേൾക്കുന്നത് ഞാനാണ്. ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ്, സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആളാണ്. സന്തോഷേട്ടൻ്റെ ഞാൻ പറഞ്ഞൊരു കഥ കേട്ട്, ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു, ഇത് ലിസ്റ്റിൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞു, എടേ ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണത്. അല്ല, സാറിന് കൂടെ വരും, അത് വേറൊരു ലെവലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ ലെവലെല്ലാം. പിന്നെ ഇപ്പൊ ഞാൻ കാണുന്നത് 2 പ്രാവശ്യം. ഒന്ന് അതിന്റെ ഷൂട്ടിംഗ് തീരുന്ന ദിവസവും, പിന്നെ ഇതാണ്ട് ഈ പ്രസ് മീറ്റിംഗ്, ഓഡിയോ ലോഞ്ചിലും കണ്ടു. 3ാമത്തെ വട്ടം. കണക്കുകളൊക്കെ കറക്റ്റ് ആയിരുന്നാ? അത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആള് കൂട്ടുമ്പോൾ കറക്റ്റ് ആവും. പക്ഷെ സുരാജ് കൂട്ടുമ്പോ എങ്ങനെയാണ്? ഇവരെങ്ങാനും പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇവൻ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നെങ്കിൽ പഴയ റബ്ബർ ബോട്ടിൽ തന്നെയൊക്കെ തിരിച്ചു പോകേണ്ടി വന്നേനെ. സംഭവം അതിനൊക്കെ ലിസ്റ്റിന് ആളിനെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് പുള്ളിയുടെ കൂടെ കട്ടൊക്കെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ കണക്ക് ഇതുവരെ നോക്കിയിട്ടില്ല. ഒന്ന് റിലീസ് 20-ാം തീയതിയാണ്. നിങ്ങൾ എല്ലാവരും കൂടെ കണക്ക് നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. എനിവേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ ആയിരുന്നു പടത്തിന്റെ സെൻസർ. ഞാൻ സെൻസർ ഓഫീസറുമായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട്, കാരണം നമ്മുടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് ഇതിന് ഭയങ്കരമായിട്ട് എന്റർടൈനറാണ്. സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്.